വനം വകുപ്പിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി CPM ഭരിക്കുന്ന കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത്. ഈ മാസം 24-ന് പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉപരോധിക്കും. തൃശൂർ കുന്നംകുളത്ത് കൃഷിനാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തമിഴ്നാട് നീലഗിരിയിൽ മധ്യവയസ്കയെ വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തി. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ കൊല്ലാൻ അനുമതി നൽകുന്നതിനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് എടുത്തുകളയാനുള്ള വനം വകുപ്പ് നീക്കത്തിനെതിരെയാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. തീരുമാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പ് സർക്കാരിലേക്ക് അയക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ. പഞ്ചായത്ത് തീരുമാനിക്കാനുണ്ടായ ഒരു അസാധാരണമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്താണെന്ന് ഈ വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്ന കിഴക്കൻ മലയോര മേഖലയിൽ വന്ന് പരിശോധിക്കാതെ ഇത്തരം ധിക്കാരപരവും ധാർഷ്ട്യവുമായെടുക്കുന്ന തീരുമാനത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുകയാണ്. കർഷകരുടെ പരാതിയെ തുടർന്നാണ് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. ഷൂട്ടിംഗിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. പന്നിശല്യം രൂക്ഷമായ കാണിയാമ്പൽ, നെഹ്റു നഗർ, ആർത്താറ്റ്, ചീരംകുളം എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നികൾക്കായി തിരച്ചിൽ നടത്തിയത്. തമിഴ്നാട് ഊട്ടിയിൽ പേരാറിന് സമീപം പൊമ്മൻ സ്വദേശി ഗോപാലിന്റെ ഭാര്യ അഞ്ജലയാണ് വന്യമൃഗം ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് മുതൽ അഞ്ജലയെ കാണാതായിരുന്നു. ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലാണ് തേയിലത്തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. കാലുകളടക്കമുള്ള ശരീരഭാഗം മൃഗം ഭക്ഷിച്ച നിലയിലാണ്. ആക്രമിച്ചത് കടുവയാണെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കണ്ണൂർ ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണമുണ്ടായി. ചെത്തുതൊഴിലാളിയായ അമ്പലക്കണ്ടി സ്വദേശി PK പ്രസാദിനെയാണ് ആന ആക്രമിച്ചത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.